സാർ വോയിസ് കേൾക്കുന്നില്ലല്ലോ. എല്ലാവർക്കും പറഞ്ഞ സൗണ്ട് ഒക്കെ പോയിട്ടുണ്ടല്ലേ? ഞാൻ മ്യൂട്ടിലായിരുന്നു. ഞാൻ വിചാരിച്ചു ഓക്കെ ഓക്കെ. ഇത്രയും നേരം ഞാൻ വരച്ചിട്ട് ഓക്കെ. ഞാൻ നിങ്ങളൊക്കെ ഈ സൈഡിൽ കാണുന്നില്ലേ ഓരോരുത്തരും മ്യൂട്ടാണോ അല്ലേ എന്നൊക്കെ? ഞാൻ ആക്ച്വലി ഫോൺ ഇവിടെ ഓൺ വെച്ച് ചെറിയൊരു പണിയിലായിരുന്നു. അപ്പൊ അതൊന്ന് തീർത്ത് വന്നപ്പോൾ സാറൊന്നും പറഞ്ഞേക്കുന്നില്ല, അതാ ചോദിച്ചത് എന്റെ ഇഷ്യൂ ആണോന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ യു ആർ സപ്ലൈഡ് വിത്ത് ദ ഫോളോയിങ് ഡാറ്റ അണ്ടർ. ഞാൻ ആദ്യം പറഞ്ഞത് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് അനുസരിച്ചും ചെയ്യണം. അതിന് പുറമെ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് അനുസരിച്ചും എന്ത് ചെയ്യണം. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ എന്താന്ന് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കണ്ട് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, ഇനി നോക്കാം, ഡാറ്റകൾ നോക്കാം. യു ആർ സപ്ലൈഡ് വിത്ത് ഫോളോയിങ് ഡാറ്റ തന്നിട്ടുണ്ട്. ആൻഡ് റിക്വയർഡ് ടു വർക്ക്ഔട്ട് പ്രൊഡക്ഷൻ ഓവർഹെഡ് റിക്കവറി റേറ്റ്, റിക്കവറി ഓഫ് ഓവർഹെഡ് ഇൻ ഡിപ്പാർട്ട്മെന്റ് എ ബി സി ആൻഡ് അണ്ടർ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. എന്നിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെ വരുന്നുണ്ട്? ഈ 3 ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. അതിന്റെയൊക്കെ കോസ്റ്റും സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. പിന്നെ സർവീസ് ഡിപ്പാർട്ട്മെന്റ് തന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ കോസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. ഇതാണ് കാര്യങ്ങൾ. ഇനി എക്സ്പെൻസസ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്താണ് അപ്പോഷൻ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ വരുന്നത്? പി അതുപോലെ തന്നെ ക്യൂ. പി ആർക്കൊക്കെ കൊടുക്കുന്നുണ്ട്? എക്കും ബിക്കും സിക്കും അതുപോലെ ക്യൂനും കൊടുക്കുന്നുണ്ട്. അപ്പൊ പി ക്യൂക്ക് സർവീസ് കൊടുക്കുന്നുണ്ട്. ഇനി ക്യൂ നോക്കുക, ക്യൂ ആണ് അടുത്ത സർവീസ് ഡിപ്പാർട്ട്മെന്റ്. അതിങ്ങനെ എ ബി സി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനും പിക്കും കൊടുക്കുന്നുണ്ട്. അതിനർത്ഥം എന്താ? പി എന്ന ഡിപ്പാർട്ട്മെന്റ് ക്യൂനും ക്യൂ എന്ന ഡിപ്പാർട്ട്മെന്റ് പിക്കും കൊടുക്കുന്നുണ്ട്. അവിടെ എന്താണ്? റെസിപ്രോക്കൽ ആണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് കൊടുക്കുന്നുണ്ട്. ഇതിനാണ് റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. ഈ റെസിപ്രോക്കൽ നമുക്ക് ഏതൊക്കെ മെത്തേഡിൽ ചെയ്യാൻ പറ്റും? സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡിൽ ചെയ്യാൻ പറ്റും, റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ പിന്നെ ട്രയൽ ആൻഡ് എറർ മെത്തേഡും ചെയ്യാൻ പറ്റും. ഇതിൽ ഈ 2 മെത്തേഡാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഓവർഹെഡ് റിക്കവറി റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്കത് ഇവിടെ ഹവറൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യാം. ആദ്യം നമുക്ക് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. വളരെ സിമ്പിൾ ആണ്. ആദ്യം നിങ്ങൾ പ്രൈമറി ഓവർഹെഡ് പ്രകാരം ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും കോസ്റ്റ് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് എഴുതുക. എത്രയാണ്? ഇവിടെ നോക്കുക, ഈ എമൗണ്ട്, അതുപോലെ തന്നെ ഇതാ മറ്റൊരു എമൗണ്ട്, ഇതാ മറ്റൊരു എമൗണ്ട്, അതുപോലെ തന്നെ സർവീസിൻ്റെതും കൊടുക്കുക. എല്ലാം എന്ത് ചെയ്യുക? എഴുതുക. ഇവിടെ എഴുതിയത് കണ്ടല്ലോ, 7,810, 12,543, 4,4000, 2,600. അത് ഏതാ എമൗണ്ട്? ഇവിടെ ഉള്ള അതേ എമൗണ്ട്. ഇനി നമ്മൾ പി എന്ന ഡിപ്പാർട്ട്മെന്റിന്റെ 10%, പി എന്ന ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും വീതിച്ചു കൊടുക്കുകയാണ്. പിയുടെ കോസ്റ്റ് എത്ര? പിയുടെ കോസ്റ്റ് 4,000 രൂപ. കേൾക്കുന്നുണ്ടല്ലോ? പിയുടെ കോസ്റ്റ് എത്രയാണ്? 4,000 ആണ്. ഈ 4,000 എന്താണ്? നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ 4,000 ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ട ഏത് റേഷ്യോയിലാണ്? ഇതാ 30, 40, 20, 10. ഓക്കെ, 4,000ന്റെ 30% സ്വാഭാവികമായിട്ടും 1,200 ആണ്. കാരണം എന്താ? 4,000ന്റെ 10% 400 ആണ്. അപ്പം 400 × 3 കൂട്ടിയാൽ മതി 1,200. 4,000ന്റെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 1,600. 4,000ന്റെ 20% 800 വരും. ലാസ്റ്റ് ഈ ഡിപ്പാർട്ട്മെന്റിനൊന്നും ഇല്ലല്ലോ, അവനാന്റെ ഒന്നും ഇല്ലല്ലോ. അവസാനം ഇവിടെ 10% വന്നു. അപ്പൊ എന്തായി മാറി? 400 ആയി. ഇവിടെ ഈ 4,000 എന്ത് ചെയ്തു? നിലവിൽ കംപ്ലീറ്റ് ആയി. 4,000 നിലവിൽ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയി. അങ്ങനെ ഈ പറഞ്ഞത് ഓക്കെ ആണോ എന്ന് കമന്റ് ചെയ്യാം. ഇപ്പൊ പറഞ്ഞത് ഓക്കെ ആണോ അല്ലേന്ന് കമന്റ് ചെയ്യാം. എന്താ ഇപ്പൊ ചെയ്തത്? പിയുടെ 4,000 എന്ത് ചെയ്തു? ഈ പ്രൊപ്പോർഷനേറ്റ്ലി ഡിവൈഡ് ചെയ്ത് കൊടുത്തു. എല്ലാവർക്കും സർവീസ് ഡിപ്പാർട്ട്മെന്റിന് അടക്കം വീതിച്ചു കൊടുത്തു. യെസ്. ഇനി നോക്കുക, ഇപ്പൊ ക്യൂനെ സംബന്ധിച്ചിടത്തോളം 2,600 പിന്നെ ഒരു 400 വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ 400 ഇവിടെ എന്ത് ചെയ്തു? കൊടുത്തിട്ട് ടോട്ടൽ 3,000 ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ക്യൂവിൻ്റെത് സർവീസ് എന്ത് ചെയ്യേണ്ടത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ക്യൂവിന്റെ സർവീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ഏത് കോലത്തിലാ? 10%, 20%, 50%, 200%, അല്ല 20%.
അപ്പൊ 3000ത്തിന് 10% എന്ന് പറഞ്ഞാൽ 300ആണ്. 3000ന്റെ 10% 300ആണ്. 3000ന്റെ 20% 600ആണ്. 3000ന്റെ 50% 1500ആണ്. ഈ 20% എന്ന് പറയുമ്പോൾ വീണ്ടും എന്താണ് 600ആണ് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 300, 600, 1500 വന്നിട്ടുണ്ടോ നോക്കാം. 300, 600, 1500, 600, 3000 കഴിഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി പുതിയത് എന്താ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളൂ? ഈ 600, അതായത് ഈ സർവീസ് ഡിപ്പാർട്ട്മെന്റിന് വീതിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ വീതിച്ചു കൊടുക്കാണ് ഏതോ റേഷ്യോ? ആദ്യത്തെ റേഷ്യോ പിയുടെ 30. അതാണ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. റിപ്പീറ്റ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. 30, 40 ഈ റേഷ്യോയിൽ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. 30, 40 ഇങ്ങനെ പെർസെന്റേജ് ആകുമ്പോൾ ആ രീതിയിൽ പോവാൻ ഇനി 3, 4, 2, 1 അങ്ങനെയും ചെയ്യട്ടോ. രണ്ടും ചെയ്യാം, ഏതായാലും ഓക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇനി 600 അല്ലേ? 600 ഡിവൈഡ് ബൈ 100 ഇൻറ്റു എന്ത് 30 കണ്ടു കഴിഞ്ഞാൽ ഒന്നാമത്തതായി. രണ്ടാമത്തത് 600 അങ്ങനെ പോകും. അപ്പൊ എന്താണ് 600 ഡിവൈഡ് ബൈ എന്ന് പറയുമ്പോൾ 6 × 30 എന്ന് പറയുമ്പോൾ 180 വരും. 6 × 40 എന്ന് പറയുമ്പോൾ 240 വരും. 6 × 2 6 × 20 അത് ആ റേഞ്ചിൽ അങ്ങനെ എന്ത് ചെയ്യും? പോകും. അപ്പൊ നോക്കാം എങ്ങനെ വന്നിട്ടുള്ളത്. 180, 240, 120, ഈ 600 ഇവിടെ കുറച്ചു. ഇവിടെ 10% ആയതുകൊണ്ട് 60 വന്നു. ഓക്കെ, ഇനി ഈ 60 നമ്മൾ എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യാണ്. 60 ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഏതാ റേഷ്യോ? 60 ഡിവൈഡ് ചെയ്യാൻ ഇതാ റേഷ്യോ. 60 10%, 20%. 60ന്റെ 10% എത്ര? 6. 20% 12. 50% 30. 20% 12. ആ ഇത് അവിടെ നിന്ന് 6, 12, 30, 12. ഇനി ഈ 12നെ നമ്മൾ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഏത് റേഷ്യോയില്? 30, 40, 20. 12ന്റെ 30% എന്ന് പറഞ്ഞാൽ എത്ര? 12ന്റെ 10% 1.4 ആണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? കാണുക. 12ന്റെ 30% ചെയ്യുമ്പോൾ 4, 5, 3 കിട്ടി. നെഗ്ലിജിബിൾ വാല്യൂ ആയതുകൊണ്ട് ഇതിന്റെ അങ്ങോട്ട് നമ്മൾ ഒഴിവാക്കി. ഓക്കെ ആണല്ലോ? നോക്കുക, 12ന്റെ 30% ഒന്ന് കണ്ടേ. 12ന്റെ 30%. 12ന്റെ 30% എത്ര? 1.2, 1.2, 1.2. അപ്പൊ എത്ര വരും? 3.6 വരും. 3.6 വന്നപ്പോ നമ്മൾ എന്ത് ചെയ്തു? ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ നെഗ്ലിജിബിൾ വാല്യൂ വരും എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിവിഷൻ എടുക്കുന്നത് ഈ 10 അങ്ങോട്ട് ഒഴിവാക്കി ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര വരും? 12 അല്ലേ? 12 ഡിവൈഡ് ബൈ 90 ആവും. 90 × 30 എന്ന് ചെയ്യാൻ പറ്റും. ഇപ്പൊ 36 ഡിവൈഡ് ബൈ 9 എന്ന് വരും. അപ്പൊ 4 എന്ന് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, ഞാൻ പറഞ്ഞത് നെഗ്ലിജിബിൾ വാല്യൂ ആകുമ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യാം? അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. 5, 3 ഈ രീതിയിൽ വരും. ഇവിടേക്ക് എന്താ എടുക്കാത്ത? ഇവിടെ ചെറിയൊരു എമൗണ്ട് ഉണ്ടാവില്ലായിരുന്നോ? 1.2 ഉണ്ടാവില്ലായിരുന്നോ? ഈ 1.2 ഒരു വലിയ റിസൾട്ടിനെ ബാധിക്കാത്തതായതുകൊണ്ട് തന്നെ ഇവിടെ അത് അങ്ങോട്ട് ഒഴിവാക്കി കൊടുക്കും. ഇപ്പം ഇനി നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ ടോട്ടൽ ചെയ്യണ്ടേ? ഇവിടെ ഉള്ള ഈ എമൗണ്ടുകളെല്ലാം 7,810 ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ 9,500 വരും, 15,000 വരും, 7,400 വരും. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണോ അല്ലേന്ന് കമന്റ് ചെയ്യാം. ബാക്കി പിന്നെ സംസാരിക്കാം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ അല്ലേന്ന് ഈ പറഞ്ഞത്. ഒന്നുമില്ല, റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക, അത്രേ ഉള്ളൂ. ചെയ്യുന്ന കാര്യം റിപ്പീറ്റഡ്ലി ചെയ്യാം. 12ന്റെ ഒന്നുകൂടി പറഞ്ഞല്ലോ. ഓക്കെ, 12ന്റെ കാര്യം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ഡിവൈഡ് ബൈ 100 ഇൻറ്റു എന്ത് ചെയ്യണം? ഇൻറ്റു ഒന്നാമത്തെ ടീമിന് 30, 40, 20, 10 ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ലാസ്റ്റത്തേന് 1.2 ഉണ്ടാവുള്ളൂ. ലാസ്റ്റ് ഈ ഒരു ടീമിന് ഇങ്ങോട്ട് കൊടുക്കുന്ന 1.2 ഉണ്ടാവും. പക്ഷെ അത് നമ്മുടെ റിസൾട്ടിനെ മൊത്തം ബാധിക്കുന്ന വലിയൊരു ഫിഗർ അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിനങ്ങോട്ട് നെഗ്ലക്ട് ചെയ്യുക. അപ്പൊ ഇതിനെ നെഗ്ലക്ട് ചെയ്യുമ്പോൾ 100 കൊണ്ട് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്ത് ഇതിനെ നെഗ്ലക്ട് ചെയ്യാം എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ തന്നെ 100 കൊണ്ട് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ഇനി ഈ 3 ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. സുഗമമായി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ സംഖ്യകളോട് ഡിവൈഡ് ചെയ്യാം. 30, 40, 20 എത്ര? 90 വരിക. അപ്പൊ നമുക്ക് എത്ര വരുന്നത്? 12 ഡിവൈഡ് ബൈ 90. 90 അല്ലെങ്കിൽ 9 കൊടുക്കുക. ഈ ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഇത് ഇങ്ങനെ വരുമ്പോ 9 മാറി. 3, 4, 7, 9. അപ്പൊ 9 എടുത്തോളൂ. 9 ഇൻറ്റു 3 എന്ന് വരുമ്പോ എത്ര? 36 ഡിവൈഡ് ബൈ 9. 36 ഡിവൈഡ് ബൈ 9 എത്ര? 4 ആണ്. രണ്ടാമത് കൊടുക്കുക. രണ്ടാമത്തെ എത്ര? 36 ഡിവൈഡ് ബൈ 9 ഇൻറ്റു എത്ര വരും? ഇൻറ്റു 4. അങ്ങനെ വരുന്നില്ലേ? അങ്ങനെ റെഡി ആവുന്നുണ്ടോ കണക്ക്?
12 അല്ലായിരുന്നോ? ഓക്കെ 36 12 അല്ലായിരുന്നു. ഈ 36 എങ്ങനെയാ പോയത്? ഒരു മിനിറ്റ്, ഇപ്പൊ റെഡിയാക്കാം. അത് ചെയ്ത് തെറ്റിയിട്ടുണ്ട്. 12 ഡിവൈഡ് ബൈ 9 ഇൻറ്റു 3 ഉദ്ദേശിച്ചത് കേട്ടോ. അതുപോലെ തന്നെ 12 ഡിവൈഡ് ബൈ 9 ഇൻറ്റു 4, 12 ഡിവൈഡ് ബൈ 9 ഇൻറ്റു 2. ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ആൻസർ ഇവിടെ വരുമ്പോ എന്തായി മാറും? 12 ഇൻറ്റു 3 എന്ന് പറയുമ്പോ എത്ര? 36. 36 ഡിവൈഡ് ബൈ 9, ഇതിന് 4 കിട്ടും. 12 ഇൻറ്റു 4 എത്ര വരും? 24, 48. 48 ഡിവൈഡ് ബൈ 9 ചെയ്യുമ്പോ കിട്ടുന്ന ആൻസർ റേഞ്ച്. ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക? ആഡ് റിസൾട്ട് ഇട്ട് കൊടുക്കുക. ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. 12 ഇൻറ്റു 24 ഡിവൈഡ് ബൈ 9 എന്ന് പറയുമ്പം എന്തായാലും സ്വാഭാവികമായിട്ടും അത് എന്ത് ചെയ്യും? 1.7 ആ റേഞ്ചിൽ അങ്ങോട്ടെങ്കിലും പോകും. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? 2, 3 അല്ലെങ്കിൽ 2 പോയിന്റ് ആ സംതിങ് വരും അല്ലെ? 9 വരുമ്പോ 16 അല്ലേ? 16ഉം പിന്നെ എന്താണ് 27 വരണം. അതിന് അപ്പൊ 2 പോയിന്റ് സംതിങ് വരും. ഇപ്പൊ ഉദാഹരണം 2.7 ആകുന്നതുകൊണ്ടാണ് 3ലേക്ക് റൗണ്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള ചെറിയ ഫ്രാക്ഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും റൗണ്ട് ഓഫ് ചെയ്യുക. അത്രേ ഉള്ളൂ കാൽക്കുലേഷൻ, എക്സാക്ട് കാൽക്കുലേഷൻ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ പറയാം, അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ സൈമൾട്ടേനിയസ് ഇക്വേഷൻ എങ്ങനെ ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ ആണോ അല്ലേ? ഇവിടേക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ വീണ്ടും പറയുന്നു, ഇവിടേക്ക് കൊടുക്കാത്തത് 1.2 വന്നു എന്നതുകൊണ്ട് ഈ 1.2നെ ഇനിയും നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. 1.2നെ ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ എല്ലായിടത്തും ഫ്രാക്ഷൻ ആയിരിക്കും. അപ്പൊ വീണ്ടും ബുദ്ധിമുട്ടാണ്. അതിലേറെ നല്ലത് എന്ത് ചെയ്താൽ മതി? ഇവിടെ അങ്ങോട്ട് അത് നെഗ്ലക്ട് ചെയ്താൽ മതി. അങ്ങനെയാണ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക. ഓക്കെ, ഇത് ഓക്കെ ആണെങ്കിൽ ഞാൻ ഇതിന്റെ തന്നെ സൈമൾട്ടേനിയസ് ഇക്വേഷൻ ചെയ്യാൻ പോവാണ്. ഇത് ഓക്കെ ആണോ അല്ലേ എന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ സൈമൾട്ടേനിയസ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ്. എന്താ ചെയ്യേണ്ടത് നോക്കുക. നമുക്ക് പിന്റെതും ക്യൂവിൻ്റെതും ആണ് കാണേണ്ടത് അല്ലെ? പിന്റേത് എന്ന് പറഞ്ഞാൽ എങ്ങനെ? പി ഇസ് ഈക്വൽ ടു 4000 പ്ലസ് എത്ര പെർസെന്റേജ്? പിയിൽ എന്ത് വരും? ക്യൂവിന്റെ 20% വരണ്ടേ? അപ്പം 20% ഓഫ് ക്യൂ. ഓക്കെ, ഇനി ക്യൂ എടുക്കുക. ക്യൂ എന്ന് പറഞ്ഞാൽ എത്ര? 2600 ആണ്. 2600 പ്ലസ് എന്താണ്? 10% ഓഫ് പി വരണ്ടേ ക്യൂക്ക്? 10% ഓഫ് പി. ഓക്കെ, അതൊന്നും കൂടെ അങ്ങോട്ട് മാറ്റി എഴുതുമ്പം നമ്മൾ ഒന്നും കൂടെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4000 പ്ലസ് 20%-ന് 0.20 ക്യൂ എന്ന് കൊടുക്കാൻ. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ 2600 പ്ലസ് 0.10 പി എന്നും കൊടുക്കാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി നോക്കുക, നമുക്ക് ഈ 4000 ഇത് ഞാൻ ചെയ്തു പോവാണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? പി ഇസ് ഈക്വൽ ടു 4000 ഇവിടെ ഇത് ക്യൂ ആണ്, ഇത് പി ആണ്. 4000 പ്ലസ് 0.2600 പ്ലസ് 0.10 പി എന്ന് വരും. ഓക്കെ, അതെന്താണ്? ഇവിടെ 0.2 ക്യൂ എന്ന് പറയുമ്പോൾ ക്യൂ എന്താണ്? 2600. അപ്പൊ 0.2 മുന്നിൽ ചേർത്ത് കൊടുക്കാണ്. ഓക്കെ, അങ്ങനെ. അപ്പൊ ഇനി 4000 പ്ലസ് 2600ന്റെ 20% എത്ര വരും? 520 വരുമായിരിക്കും അല്ലെ? 520 ആയിരിക്കും. കാരണം 2600ന്റെ 10% എന്ന് പറഞ്ഞാൽ 260. അപ്പൊ 520 വരും. പ്ലസ് 0.2 0.10 നമ്മൾ ഒരുപാട് കണ്ടു. എത്ര വരിക? 0.02 പിന്ന് വരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഇസ് ഈക്വൽ ടു ഇതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പി മൈനസ് 0.02 പി ഇസ് ഈക്വൽ ടു 4520. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 1 പി മൈനസ് അങ്ങനെ വരുമല്ലോ. അപ്പൊ 0.98 പി ഇസ് ഈക്വൽ ടു 4520. അപ്പൊ പി ഇസ് ഈക്വൽ ടു 4520 ഡിവൈഡ് ബൈ 0.98. ഇതിന്റെ ആൻസർ എത്ര എന്ന് നോക്കിയിട്ട് പറഞ്ഞേ. 4526.98 ഡിവൈഡ് ബൈ
0.98 ചെയ്യുമ്പോ എത്ര ആൻസർ കിട്ടുന്നു ഒന്ന് പറഞ്ഞേ. ചെയ്ത് നോക്കി നിങ്ങള്. നാലായിരത്തി 618 4,520 അല്ലേ? 4,520 കേട്ടോ. 4,520 ഡിവൈഡ് ബൈ 4000 ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. 4,520 ഡിവൈഡഡ് ബൈ 4,612.24 അല്ലേ? 12.24. ഇനി നോക്കുക, ഇവിടെ നിങ്ങൾ ഒരു 4000 ഇവിടെ ഉണ്ട്, പിന്നെ ഒരു 600 ഇതാ ഇവിടെ ഉണ്ട്, പിന്നെ ഇതാ ഇവിടെ ഒരു 12 ഉണ്ട്. 4,612. പിന്നെ നമ്മൾ ഇവിടെ ഈ ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രാക്ഷൻ ഒഴിവാക്കിയതിന്റെ ഒരു എഫക്റ്റ് ആണ് ഈ കാണുന്നത്. ഓക്കെ, അതേ സാധനം ഇനി പി കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ക്യൂയിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ പി എന്ന് പറഞ്ഞാൽ 4,612.24 ആണെങ്കിൽ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2,600 പ്ലസ് എന്താണ് 20% പി. അപ്പൊ ഈ 4,612ന്റെ 20% ഒന്ന് കണ്ടേ. 4,611 461 900 പിന്നെ 11 922 922. അപ്പം 3,500 ഇങ്ങനെ തന്നെയാണോ വരുന്നോന്ന് ഉറപ്പിച്ചേ. 3,522 ആണോന്ന്? 3,500 2620 അല്ലേ? 2,600ന്റെ ക്യൂ 2000. ഒറ്റ മിനിറ്റ് 4,612 അല്ലേ? ക്യൂ എന്താണ്? ക്യൂ എന്ന് പറഞ്ഞാല് നമുക്ക് എത്രയായിരുന്നു? 2,600. 2,600 ക്യൂ എന്താ വരിക? 10% ഓഫ് പി ആണ്. 10% ഓഫ് പി. 2,600 പ്ലസ് 10% ഓഫ് പി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 2,600 പ്ലസ് എന്താണ്? 4,612ന്റെ 10%. അപ്പൊ 461 അല്ലേ? എന്താ പറയുക? 461 തന്നെ. 2,600 വന്നു. പിന്നെ ഈ പിയുടെ 10%, പി നമ്മൾ 4,612 ഉണ്ടല്ലേ? അപ്പൊ 4,612ന്റെ 10% ഇത്ര 461 അല്ലേ വരിക? അല്ലേ വരിക? അല്ലെ? 10% 461 വരുന്നത്. 461 റേഞ്ചിലുണ്ടാവും എന്തായാലും. എങ്ങനെ കിട്ടി? എടാ ഇത്രേ ഉള്ളൂ. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2,600 പ്ലസ് 10% ഓഫ് പി എന്നല്ലേ? 2,600 നമുക്ക് കിട്ടി. 10% പി നമ്മൾ കണ്ടു 4,612. അപ്പം 4,612ന്റെ 10%, 4,612 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 100, ഇതാണ് 10% എന്ന് പറയുന്നത്. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള സംഖ്യ എന്ന് പറഞ്ഞേ. 2,600 പ്ലസ് 461.2 അല്ലേ വരിക? അല്ല, 46,120. മറ്റേത് ഡിവൈഡ് ചെയ്യുമ്പോ 4,612 10% അങ്ങനെ ചെയ്യുമേ. ഒന്നും കൂടെ ചെയ്. 4,000 ആണ് 460 ചെയ്യുന്നത്. 4,612. 4,612 ഹരിക്കണം 10×100 അല്ലേ? 4,612 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 100. അതോട് മാറി. 461.2. കറക്റ്റാ. 461.2. ടോട്ടൽ കൂട്ടുമ്പോ എത്ര കിട്ടും?
ടോട്ടൽ കിട്ടുമ്പോ 3061.2 ഇങ്ങനെ വരും ടോട്ടൽ. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോ കിട്ടുന്നുണ്ട്. ഓക്കെ. ഇനി നമ്മുടെ ഇത് നോക്കൂ, ഇവിടെ ഒരു 2600 ഉണ്ടായിരുന്നു, അതിലേക്ക് ഒരു 400 കൂടി, ഇവിടെ ഒരു 60 കൂടി, പിന്നെ നമ്മൾ ഇവിടെ നെഗ്ലക്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ 1.2 വരാനുള്ളതാ. അതുകൊണ്ടോ 3000, ഇവിടെ 2600 3000ആയി, 3060 കുറച്ചു 3060ആയി, 3061.2 നമ്മൾ ഇവിടെ നെഗ്ലക്ട് ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ 12ന്റെ 10% ഇങ്ങോട്ട് വരണം, അത് നമ്മൾ നെഗ്ലക്ട് ചെയ്തുകൊണ്ടാണ്. ചെറിയൊരു റിസൾട്ടിലെ മാറ്റം ഉണ്ടാവും എന്നാ പറഞ്ഞു. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് രണ്ടും ചെയ്യാം. സൈമിൾട്ടേനിയസ് ഇക്വേഷൻ ഒന്നും കൂടെ ചെയ്ത് കാണിക്കണോ? ഇതിൽ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ ഇതിലെ പിന്നെ ഇത്ര ഒന്നും ചെയ്യാതെ കൺഫ്യൂഷൻ ഉള്ള ആളുകൾക്ക് വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ എന്താ ഉള്ളത്, ഇങ്ങനെ പി എന്നൊന്നും പറഞ്ഞു പോകാതെ തന്നെ പെട്ടെന്ന് റിസൾട്ടിലേക്ക് വരാൻ എന്താ ഏറ്റവും നല്ല മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ എന്താണ്, നമ്മൾ പി കാണാൻ പോവാണ്. പി കാണണമെങ്കിൽ എന്ത് വേണം? പിന്റെ സംഖ്യ വേണം, 4000 വേണം. പിന്നെന്ത് വേണം? ക്യൂവിന്റെ 10% വേണം. ക്യൂവിന്റെ 10% എത്ര? എത്ര വരിക ക്യൂവിന്റെ 10%? പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂവിന്റെ 10%, അത് 2600ന്റെ 10% 260 അല്ലെ? 260. ഈ 4260 നമുക്ക് ഇവിടെ എത്ര എത്തുന്നത്? ഇതിനെ ഡയറക്റ്റ് 0.98 ചെയ്യാൻ ഇതൊന്നും ചെയ്ത് നോക്കിയേ. 4260നെ അതന്നെയല്ലേ നമ്മൾ ഇവിടെ ചെയ്തത്? 4500 ആണല്ലേ? ഓക്കെ ഒരു മിനിറ്റ്, ഞാൻ നോക്കി സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഒരു സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ സാധനം, അതൊന്ന് കിട്ടുന്നുണ്ടോ? പീക്ക് കിട്ടുന്ന 10 അല്ല 20% ആണ്, സോറി. അപ്പൊ 4000 പ്ലസ് പീക്ക് കിട്ടുന്ന എന്താണ്? ക്യൂവിന്റെ 20% വരണ്ടേ? അപ്പൊ ക്യൂ എത്ര? 2600. ക്യൂവിന്റെ നേരെ 20% എടുത്ത്, ക്യൂവിന്റെ ഡയറക്റ്റ് 20% 520. ഡയറക്റ്റ് ഇങ്ങനെ തന്നെ കിട്ടും. നമുക്ക് ഡയറക്റ്റ് 520 എടുക്കാൻ പറ്റും. എങ്ങനെ എടുത്തു? ഒന്നുമില്ല, പിന്നെ എന്താണ്, 4000 പിയുടെ 4000 ഓൾറെഡി എടുത്തു, പിന്റെ 4000 എടുത്തു. അതിനുശേഷം പീക്കിന് കിട്ടാൻ പോകുന്ന എന്താണ്? ക്യൂവിന്റെ 20% ആണ് പീക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ ക്യൂവിന്റെ ഡയറക്റ്റ് 20% എത്ര? ക്യൂവിന്റെ ഡയറക്റ്റ് 20% എന്ന് പറയുന്നത് എത്രയാണ്? അത് 2600ന്റെ 10% പറയുമ്പോൾ 520 ഇത് എഴുതിയതിനു ശേഷം ഈ രണ്ട് സംഖ്യകളും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 10%, അതായത് 0.1 ഇൻറ്റു 0.2 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് 0.02 കിട്ടും. അത് 1 കുറക്കുക. 1ൽ നിന്നും എന്ത് ചെയ്യുക? 0.02 കുറക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും 0.598 കിട്ടും. ഇനി നിങ്ങൾക്ക് 4520 ഡിവൈഡ് ബൈ 0.98 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ ആൻസർ കിട്ടും. മറ്റേ ഇക്വേഷൻ ഒക്കെ ഒരുപാട് എഴുതി ഉണ്ടാക്കുന്നതിന് പകരം സിംപിളി ചെയ്തെടുക്കാനുള്ള കാര്യമാണ് പറഞ്ഞത്. എന്താ ചെയ്ത് ഒന്നും കൂടെ നോക്കാം. സിംപിളി വർക്കൗട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യമാണ് പറയുന്നത്. ഒന്നുമില്ല, പി കാണണമെങ്കിൽ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4000 ആണ് ഒന്നാമത്തത്, പ്ലസ് എന്താണ് 20% ക്യൂ എന്നല്ല എഴുതിയേ, 20% ഓഫ് ക്യൂ. അപ്പൊ ഓഫ് ക്യൂ. ഓക്കെ, അപ്പൊ 4000 നമ്മൾ എഴുതി. 4000ത്തിന് ശേഷം ഈ ക്യൂവിന്റെ 20% എന്താണ്? ക്യൂവിന്റെ 20%, 2600ന്റെ 20% ഡയറക്റ്റ് എടുക്കുക, 520. ഇങ്ങനെ എഴുതിയതിനു ശേഷം ഇവിടെ 2% അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അത് 0.02 എന്നായിരിക്കും ഇവിടെ ഉള്ളത് കൊണ്ട്. ഇനി വേറെ ഏതെങ്കിലും സംഖ്യ ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണോ കിട്ടുന്നത് ആ സംഖ്യ 1ൽ നിന്നും കുറക്കുക. എപ്പോഴും അങ്ങനെ ഉണ്ടാവുക, 1 കുറക്കുക. അപ്പൊ നമുക്ക് 0.98 ഡയറക്റ്റ് എടുക്കാൻ പറ്റും. ഇതാണ് വർക്കൗട്ട് ചെയ്ത ഈ 4520 ഡിവൈഡ് ബൈ ഇതാണ് നമ്മളിപ്പോ ഈ ചെയ്തു വെച്ച ഫിഗർ 4520. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്തു? 4520 ഡിവൈഡ് ബൈ, അത് ഇവിടെ കാണുന്നില്ലല്ലോ, ഇവിടെ ഇതാ ഈ സാധനം ഇതാണ് 4520 ഡിവൈഡ് ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആൻസറിലേക്ക് വന്നിട്ടുണ്ട്. അല്ലെ? 4520 ഡിവൈഡ് ബൈ 0.98 എടുത്തപ്പോഴല്ലേ നമുക്ക് മറ്റൊരു ഫിഗർ കിട്ടിയിരുന്നേ? ഒന്ന് ചെയ്ത് നോക്കി. 4520 ഡിവൈഡ് ബൈ 98, അപ്പോൾ 5600 ഒക്കെ സംഖ്യ വരും. 4612 വരും. 0.24. അതെ, അതാണ് നമ്മൾ ഇവിടെ കണ്ടുവച്ചിരുന്നത്. അത് മാഞ്ഞു പോയി തോന്നുന്നുണ്ട്. അത് ഇവിടെ ഞാൻ കാണിച്ചു തന്നിരുന്നു. 4000 ഉണ്ട്, 600 ഉണ്ട്, 12 ഉണ്ട്. 0.24 പിന്നെ ഈ 1.24ന്റെ 20% എടുക്കുമ്പോ വരുന്നതാണ്.
അപ്പൊ അങ്ങനെയും ചെയ്യാം. വല്ലാതെ സൈമിൾട്ടേനിയസിഫിക്കേഷൻ കൺഫ്യൂഷൻ ആവുന്ന ആള് സ്പീഡിൽ ഇങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് എന്ന് പറയാം. ഒന്ന് കിട്ടിയാൽ പിന്നെ മറ്റേലേക്ക് പോവാലോ, നേരെ അതിന്റെ 10% കണ്ടാൽ പോരെ. ഓക്കെ, ഇതാണ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഓക്കെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നുകൂടെ പറയണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ഇതിലേക്ക് ഡിസ്കഷനിലേക്ക് എന്ത് ചെയ്യാ പോവാ. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഇത് പിന്നെ അങ്ങനെ എന്ത് ചെയ്യാറില്ല, ചോദിച്ച് ഇതാക്കുന്ന ഒരു സാധനമല്ല. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്ത് 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 ലാസ്റ്റ് ഫൈനലി എന്ത് ചെയ്യും, തെറ്റിച്ച് 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 ശരിയിലേക്ക് എത്തുന്ന ഒരു മെത്തേഡാണ്. ദിസ് മെത്തേഡ് ഈസ് മോർ യൂസ്ഫുൾ വെൻ there are 2 or more service department ഉണ്ട്. Under this method cost of first service department is apportioned to other service department only. സർവീസ് ഡിപ്പാർട്ട്മെന്റിന് മാത്രം കൊടുക്കും അറ്റ് എ ഗിവൺ പെർസെന്റേജ്, നിലവിലുള്ള പെർസെന്റേജ്. ദെൻ ദ കോസ്റ്റ് ഓഫ് സെക്കൻഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് പ്ലസ് കോസ്റ്റ് ഓഫ് ഫസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റ്. അതായത് നമ്മൾ ഏതിനെ അപ്പോഷൻ ചെയ്യുന്നുള്ളൂ, സർവീസ് ഡിപ്പാർട്ട്മെന്റിന് മാത്രമേ കൊടുക്കുള്ളൂ. ഈസ് അപ്പോഷൻഡ് ബാക്ക് ടു ദ ഫസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റ്. എന്നിട്ട് ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നെഗ്ലിജിബിൾ എത്തുന്നവരെ അത് ചെയ്തു പോകുന്ന ഒരു സിസ്റ്റമാണ്. ഓക്കെ, ഇത് ഇത്ര മനസ്സിലാക്കിയാൽ മതി. എന്താണ് കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുത്ത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്ത് ലാസ്റ്റ് ഒരു നെഗ്ലിജിബിൾ വാല്യൂക്ക് എത്തുന്നില്ലേ, അങ്ങനെ ചെയ്ത് ലാസ്റ്റ് എത്ര ഫിഗർ എത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം, ഇത് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആർ അപ്പോർഷൻ ടു ഓൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അതർ സർവീസ് ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ നമ്മൾ ചെയ്ത അങ്ങനെയല്ലേ, അക്കോർഡിംഗ് ടു അഗ്രീഡ് പെർസെന്റേജ്. ഇപ്പൊ നമ്മൾ ചെയ്ത അങ്ങനെയല്ലേ, എല്ലാവർക്കും ഒരേപോലെ തിരിച്ചു. ദിസ് പ്രോസസ് ഈസ് റിപ്പീറ്റഡ് ടിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആർ എക്സോസ്റ്റഡ് ഓർ ഫിഗർ ബിക്കം ടു സ്മോൾ. 1.2 എത്തി, അത് എത്തിയപ്പോ നമ്മൾ നിർത്തിയല്ലേ. ഓക്കെ, when the figure become very small they are apportioned to production departments only. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രം ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് മാത്രം ചെയ്യുമ്പോൾ 3ഉം 4ഉം 2 എടുത്തിട്ട് 9 കൊണ്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. അങ്ങനെ ചെയ്യുന്നുള്ളൂ. ഒന്നെങ്കിൽ അവിടെ തീരും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ നെഗ്ലിജിബിൾ ആവുമ്പോൾ നിർത്തി വെക്കും. ദിസ് മെത്തേഡ് ആൾസോ നോൺ ആസ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്നും കൂടെ ഇതിന് പേരുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്താണെന്ന് മനസ്സിലായി. നമ്മൾ ചെയ്ത കാര്യം തന്നെ, നമ്മൾ എല്ലാവർക്കും വീതിച്ച് കൊടുക്കും. ലാസ്റ്റ് നെഗ്ലിജിബിൾ വാല്യൂ ആകുമ്പോൾ എന്ത് ചെയ്യും, അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് മാത്രം വീതിച്ചു കൊടുക്കും. അതാണ് ഇവിടെ നെഗ്ലിജിബിൾ വാല്യൂ ആയി മാറി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ 12 എടുത്തിട്ട് ഇവർക്ക് മാത്രമാണ് വീതിച്ചു. മറ്റേ ഇവിടെ ഒരു 1.2 അത്ര ഒരു നമ്മുടെ റിസൾട്ടിനെ ഗണ്യമായ എഫക്ട് ചെയ്യുന്ന ഒരു വാല്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നെഗ്ലിജിബിൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ 60 വെച്ച് നമ്മൾ നിർത്തിയിരുന്നെങ്കിൽ 60 അത്ര നെഗ്ലിജിബിൾ വാല്യൂ ഒന്നുമില്ല. ലക്ഷക്കണക്കിനുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ 60 നെഗ്ലിജിബിൾ ആ. ഇവിടെ ആകെ 2,600 ഉള്ളൂ. അപ്പൊ അത് നെഗ്ലിജിബിൾ വാല്യൂ അല്ല. ഓക്കെ, ഇതാണ് നമ്മള് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു മിനിറ്റ് ഓവർ ഹെഡ് അക്കൗണ്ടിങ്ങിന്റെ ഇതൊന്ന് കാണാം. നമുക്ക് ആദ്യം ഓവർ ഹെഡ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്നതായിരുന്നു. ഓവർ ഹെഡ് എന്താന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഓവർ ഹെഡ് അക്കൗണ്ടിങ്ങിൽ ക്ലാസിഫിക്കേഷൻ, കോഡിഫിക്കേഷൻ ഉണ്ടായിരുന്നു, അലോക്കേഷൻ, അപ്പോർഷൻമെന്റ് കഴിഞ്ഞു, റീ അപ്പോർഷൻമെന്റ് കഴിഞ്ഞു. നമ്മളിപ്പോ കഴിഞ്ഞത് ഇതൊക്കെയാണ്, അലോക്കേഷൻ, അതുപോലെ തന്നെ റീ അപ്പോർഷൻമെന്റ്. ഇനി അബ്സോർപ്ഷൻ, ഇതാണ് ചോദിക്കുന്ന മറ്റൊരു സാധനം. ഓക്കെ, അബ്സോർപ്ഷനിലേക്കാണ് വരുന്നത്. ക്ലാസിഫിക്കേഷൻ, കോഡിഫിക്കേഷൻ ഒന്നുമില്ല, അത് ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, അബ്സോർപ്ഷൻ ആണ് പറയുന്നത്. അതിന്റെ മുന്നേ ഇതിൽ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടില്ല, നിങ്ങൾ ഓർമ്മിപ്പിച്ചില്ല, ഞാൻ മറന്നും പോയി. ഒന്നുമില്ല, ഓവർ ഹെഡ് റീകവറി റേറ്റ് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓവർ ഹെഡ് റീകവറി റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടോട്ടൽ എമൗണ്ട് എത്ര, ടോട്ടൽ കോസ്റ്റ് എത്ര, 9,500, 15,000, 7,000. ഓരോ ഇതിന്റെയും വർക്കിംഗ് അവർ എത്ര, 1,000, 2,500. അപ്പൊ ഈ 9,500നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.50 കിട്ടുന്നുണ്ട്. ഇതിനാണ് റീകവറി റേറ്റ്, റേറ്റ് ഓഫ് റീകവറി. ഓരോ ഹവറിനും എത്ര, പ്രൊഡക്ഷൻ അവറിൽ ഓരോ ഹവറിലും റിക്കവർ ചെയ്ത് പോകണേ. ഈ റീകവറി റേറ്റ് എടുത്തിട്ടാണ് ബജറ്റ് പോലത്തെ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പോവുക. ഓക്കെ, റീകവറി റേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ കോസ്റ്റിനെ ഹവർ കൊണ്ടോ മറ്റുള്ള എന്തെങ്കിലും സംവിധാനങ്ങളോ ഡിവൈഡ് ചെയ്തെടുക്കുന്നതിനാണ് റീകവറി റേറ്റ് കാണുക എന്ന് പറഞ്ഞത്. അതാണ് ഇവിടെയും എന്ത് പറഞ്ഞിട്ടുള്ളത്, വർക്ക്ഔട്ട് പ്രൊഡക്ഷൻ ഹവർ റേറ്റ് ഓഫ് റീകവറി ഓവർഹെഡ് റീകവറി ചെയ്യുന്ന റേറ്റ് അത് കണ്ടെത്താനാണ് പ്രൊഡക്ഷൻ ഹവർ റേറ്റ് ഓഫ് റീകവറി റേറ്റ്. അപ്പൊ ഹവർ റേറ്റ് നമുക്ക് കിട്ടി എത്ര,
9500 എന്ന ടോട്ടലിനെ 1000 കൊണ്ട് ചെയ്യുമ്പോൾ 9.50 റിക്കവറി റേറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഹവർ വെച്ചിട്ടാണ് ഇതിൽ ചെയ്തത്. അങ്ങനെ ഓരോന്ന് അവർ പറയും, അതിനനുസരിച്ച് ക്വസ്റ്റ്യനിലുള്ളത് എന്ത് ചെയ്താൽ മതി, ചെയ്താൽ മതി കേട്ടോ. ഹവർ ആണെങ്കിൽ ഹവർ, മറ്റെന്തെങ്കിലും ആണെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ. ഇനി നമുക്ക് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്കാണ് പോകുന്നത്. അലോക്കേഷനും അപ്പോർഷൻമെന്റും കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് എന്ത് പറയുന്നത്, അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓവർഹെഡ് പ്രൊഡക്ഷൻ ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എടാ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാറുണ്ടായിരുന്നു, പ്രോസസ് കോസ്റ്റിംഗ് ചെയ്ത സമയത്ത് ഞാൻ പറയാറുണ്ടായിരുന്നു, ടോട്ടൽ കോസ്റ്റ് എന്ത് ചെയ്യും, ഗുഡ് യൂണിറ്റിലേക്ക് അബ്സോർബ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്തിരുന്നത്, 10,000 രൂപ ഉണ്ട്, 1000 ക്വാണ്ടിറ്റി ഉണ്ട്, അങ്ങനെ 1000 ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഇതിന് 10 രൂപ എന്ന് പറഞ്ഞില്ലേ. ഇങ്ങനെ കോസ്റ്റിനെ ഏതെങ്കിലും ഒരു യൂണിറ്റ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ്, അങ്ങനെ എടുക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ഒരു ഇതിലേക്ക് ചാർജ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഓവർഹെഡിനെ ചെയ്യുമ്പോൾ ഓവർഹെഡ് അബ്സോർപ്ഷൻ എന്ന് പറയും. അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് സിംപ്ലി മീൻസ് ചാർജിങ് ഓഫ് ഓവർഹെഡ്സ്, ചാർജിങ് ഓഫ് ഓവർഹെഡ് ഓഫ് എ കോസ്റ്റ് സെന്റർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ടു ഡിഫറെന്റ് കോസ്റ്റ് യൂണിറ്റ്. അപ്പൊ ഒരു എന്താണ് കോസ്റ്റ് സെന്ററിന്റെ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഒരു കോസ്റ്റ് സെന്റർ. ആ കോസ്റ്റ് സെന്ററിന്റെ ഓവർ ഹെഡ് എന്ത് ചെയ്യുക, കോസ്റ്റ് യൂണിറ്റിലേക്ക്, പ്രൊഡക്റ്റിലേക്കോ ജോബിലേക്കോ ഒക്കെ എന്ത് ചെയ്യുക, ചാർജ് ചെയ്തതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. സിംപ്ലി നമുക്ക് ഓവർ ഹെഡ് റേറ്റുകൾ, ആക്ച്വൽ ഓവർ റേറ്റ് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ഒരു മെത്തേഡിൽ നോക്കാം ഓരോന്നിന്റെയും. ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. ഒരു മിനിറ്റ് ഉണ്ടോ, ഇതിന്റെയൊക്കെ ഓരോ മെത്തേഡിൽ എടുക്കുന്നുണ്ട്. അബ്സോർപ്ഷൻ റേറ്റ് പറയുന്നിടത്താണ്, അബ്സോർപ്ഷൻ റിക്കവറി റേറ്റിൽ വരുന്നിടത്ത് കാണാൻ നിങ്ങൾക്ക് ഫാക്ടറി ഓവർ പെർസെന്റേജ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ. ഇത് നമ്മൾ ഒരിക്കൽ എവിടെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫാക്ടറി ഓവർഹെഡിനെ ഡയറക്റ്റ് മെറ്റീരിയൽ കൊണ്ട് കോസ്റ്റ് കൊണ്ട് എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്. അതൊരു അബ്സോർപ്ഷൻ റേറ്റ് ആണ്. ചെയ്യുന്ന എന്താണ്, മെറ്റീരിയൽ കോസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒന്നുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അബ്സോർപ്ഷൻ എന്ന കാര്യം എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇനി ഫാക്ടറി ഓവർഹെഡിനെ ഡയറക്റ്റ് വേജസ് ആണ് ചെയ്തത്. ഇനി ഫാക്ടറി കോസ്റ്റ് ഓവർഹെഡിനെ പ്രൈം കോസ്റ്റ് കൊണ്ട് അബ്സോർബ് ചെയ്തതാണ് മറ്റൊരു പെർസെന്റേജ് ഓഫ് പ്രൈം കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. പിന്നെ ഡയറക്റ്റ് ലേബർ ഹവർ റേറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഫാക്ടറി ഓവർഹെഡിനെ ഡയറക്റ്റ് ലേബർ ഹവർ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഹവർ ആണ് ഇവിടെ യൂണിറ്റ്, അതുകൊണ്ട് എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്. ഇനി മെഷീൻ അവർ റേറ്റ് എന്ന് പറയുമ്പോൾ അതാ ഫാക്ടറി ഓവർഹെഡിനെ മെഷീൻ അവർ കൊണ്ട് എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ വ്യത്യസ്ത മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം, അബ്സോർപ്ഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇതിൽ അബ്സോർപ്ഷനുമായി ബന്ധപ്പെട്ട കാര്യം. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, അബ്സോർപ്ഷൻ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിക്കാം. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷൻ ഓവർഹെഡ് സിംപ്ലി മീൻസ് ചാർജിങ് ഓഫ് ഓവർഹെഡ് ഓഫ് എ കോസ്റ്റ് സെന്റർ. ഒരു കോസ്റ്റ് സെന്റർ ഏതാ, ഡിപ്പാർട്ട്മെന്റുകൾ. ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഇതിനെ ടു ഡിഫറെന്റ് കോസ്റ്റ് യൂണിറ്റ്, വ്യത്യസ്ത കോസ്റ്റ് യൂണിറ്റിലേക്ക് എന്ത് ചെയ്യുക, ചാർജിങ് നടത്തുക. അത് പ്രൊഡക്റ്റ് ആവാം, ജോബ് ആവാം. ഇനി ICMA പറഞ്ഞ ഡെഫിനിഷൻ നോക്കുക. ഓവർഹെഡ് അബ്സോർപ്ഷൻ മീൻസ് അലോട്ട്മെന്റ് ഓഫ് ഓവർഹെഡ് ടു കോസ്റ്റ് യൂണിറ്റ്. ഓരോ കോസ്റ്റ് യൂണിറ്റിലേക്ക് എന്ത് ചെയ്യുക, അലോട്ട് ചെയ്ത് കൊടുക്കുന്നതിനാണ്. ഇപ്പൊ ഉദാഹരണം നമുക്ക് ഈവൻ എന്ത് പറയാ, 10,000 ഓവർഹെഡ് വന്നിട്ടുണ്ട്, പ്രൊഡക്ഷൻ ഓവർഹെഡ് വന്നിട്ടുണ്ട്, നമുക്ക് 4,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നത് എന്താണ്, അബ്സോർപ്ഷൻ ആണ്. അപ്പൊ ഈ പ്രൊഡക്റ്റിലേക്കുള്ള അബ്സോർപ്ഷൻ റേറ്റ് എത്ര, 2.5 ആണ്. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇതിലെ ടൈപ്സ് ഓഫ് ഓവർഹെഡ് റേറ്റ്സ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഫോളോയിങ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓവർഹെഡ് റേറ്റ്. ഒന്നാമത്തത് ആക്ച്വൽ ഓവർഹെഡ് റേറ്റ് ആണ്. ആക്ച്വൽ ഓവർഹെഡ് റേറ്റ്, ദിസ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് ഓവർഹെഡ് എക്സ്പെൻസസ് ഇൻകേർഡ് ഡ്യൂറിംഗ് അക്കൗണ്ടിംഗ് പീരിയഡ് ബൈ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓർ വാല്യൂ. ആക്ച്വൽ ക്വാണ്ടിറ്റി കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്തെടുക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു കാര്യം. 10,000 യൂണിറ്റിന് എന്ത് ചെയ്യുക, ഇത്ര യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. ആക്ച്വൽ ഓവർഹെഡ് റേറ്റ് എന്ന് പറഞ്ഞത് 10,000 ആണ് കോസ്റ്റ്. ഓക്കെ, ഓവർഹെഡ് എത്ര യൂണിറ്റ് നമ്മൾ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, 2,500. അപ്പൊ ഒരു യൂണിറ്റിലേക്ക് അബ്സോർബ് ചെയ്യുന്ന എത്രയാണ്, 4 രൂപയാണ്. ഓക്കെ, ഇങ്ങനെ വരുന്നതാണ് അബ്സോർപ്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഇനി പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് ഉണ്ട്. അബ്സോർപ്ഷൻ ഓൾറെഡി എന്ത് ചെയ്യും, പ്രീ ഡിറ്റർമിൻ ചെയ്യും.
ഓക്കെ. പ്രീ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്. റേറ്റ് ഈസ് ഡിറ്റർമിൻഡ് ഇൻ അഡ്വാൻസ് ആയിട്ട് ചെയ്യാണ്. ഇറ്റ് ഈസ് കമ്പ്യൂട്ടഡ് ബൈ ഡിവൈഡിങ് ബജറ്റഡ് ഓവർഹെഡ്. ബജറ്റ് ചെയ്യുന്ന ഓവർഹെഡിനെ ഫോർ ദ അക്കൗണ്ടിങ് പീരീഡ് ബൈ ബജറ്റ് ബേസ് ഫോർ ദ പീരീഡ്. അതായത് ബജറ്റഡ് ഓവർഹെഡ് എത്രയാണോ, ഉദാഹരണം 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1,00,000 രൂപയാണ് വരിക എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബജറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് ആണ് ഇത്. ഈ 1,00,000 എന്നുള്ളതും എത്ര യൂണിറ്റ് 10,000 എന്നുള്ളതും എന്താണ്, പ്രീ ഡിറ്റർമിൻ ചെയ്തതാണ്. അപ്പൊ നമ്മൾ 1,00,000 ഡിവൈഡ് ബൈ 10,000 ഓൾറെഡി എന്താ ചെയ്തത്, പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഓവർ ഹെഡിനെ പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള ബേസ് കൊണ്ട്, അതായത് ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രീ ഡിറ്റർമിൻ ചെയ്യുന്നല്ലേ, ആ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്തെടുക്കുന്നതിനാണ് പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് എന്ന് പറഞ്ഞത്. ഇനി സിംഗിൾ ഓർ ബ്ലാങ്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് വെൻ സിംഗിൾ റേറ്റ് ഈസ് കമ്പ്യൂട്ടഡ് ഫോർ ദ ഫാക്ടറി ആസ് എ ഹോൾ. ഫാക്ടറിക്ക് മൊത്തം ഒരൊറ്റ റേറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് ആണെങ്കിൽ അതെന്താണ്, ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് ആണെങ്കിൽ അതെന്താണ്, എന്താണതാ, സിംഗിൾ ആണ്. അതായത് ഫാക്ടറിക്ക് മൊത്തം ഒരൊറ്റ റേറ്റ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ, ഓരോ ഡിപ്പാർട്ട്മെന്റിനും വെവ്വേറെ ആണെങ്കിൽ അത് മാറി. ഓരോ ഡിപ്പാർട്ട്മെന്റിനും വെവ്വേറെ റേറ്റ് ആണെങ്കിൽ അത് സെപ്പറേറ്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് റേറ്റ് വരും. ഫാക്ടറി മൊത്തം, ഫാക്ടറിയിൽ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്, എല്ലാവർക്കും ഒന്നാണെങ്കിൽ അതെന്താണ്, സിംഗിൾ ആണ്. ഇനി ഇത് നോക്കുക, സെപ്പറേറ്റ് ഓർ ഡിപ്പാർട്ട്മെന്റൽ റേറ്റ് എന്ന് പറഞ്ഞാൽ വൺ ഡിഫറെന്റ് റേറ്റ്സ് ആർ അപ്ലൈഡ് ഫോർ ഡിഫറെന്റ് കോസ്റ്റ് സെന്റർ ഈസ് നോൺ ആസ് സെപ്പറേറ്റ് റേറ്റ്, സെപ്പറേറ്റ് റേറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റേറ്റ് എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും വെവ്വേറെ റേറ്റ്. അപ്പൊ നമ്മളിപ്പോ ടൈപ്സ് ഓഫ് ഓവർഹെഡ് റേറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓവർഹെഡ് റേറ്റിന്റെ ടൈപ്സ് എന്ന് പറയുന്നത് ഒന്ന് ആക്ച്വൽ ആണ്. ആക്ച്വൽ ഓവർഹെഡിനെ ആക്ച്വൽ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മറ്റൊന്ന് ബജറ്റഡ് ഓവർഹെഡിനെ ബജറ്റഡ് ബേസ് കൊണ്ട് എത്ര യൂണിറ്റ് ആണോ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. സിംഗിൾ എന്ന് പറയുമ്പോൾ ഫാക്ടറിക്ക് മൊത്തം ഒരേ റേറ്റ്. സെപ്പറേറ്റ് എന്ന് പറയുമ്പോൾ ഫാക്ടറിയിലുള്ള വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾക്ക് വ്യത്യസ്ത റേറ്റ്. അതിന് മറ്റൊരു പേരാണ് മൾട്ടിപ്പിൾ റേറ്റ് എന്ന് പറയുന്നത്. ഇനി അപ്പോർഷൻമെന്റും ഓവർഹെഡ് അബ്സോർപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഒറ്റ മിനിറ്റ് കേട്ടോ, ഇവിടെ കറണ്ട് ചെറിയൊരു ഒക്കെ ഒന്നായിട്ട് പോകി. കറണ്ട് പോയിട്ടുണ്ട്, അതിന്റെ ഒരു പ്രശ്നം. അപ്പോർഷൻമെന്റ് അബ്സോർപ്ഷനും നോക്കുക. അപ്പോർഷൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്തില്ലേ, ഓരോ കോസ്റ്റ് സെന്റർ, അതായത് പ്രൊഡക്ഷൻ ആണ് ഒരു കോസ്റ്റ് സെന്റർ. ഓരോ പ്രൊഡക്ഷൻ 1-നും പ്രൊഡക്ഷൻ 2-നും സർവീസ് 1-നും സർവീസ് 2-നും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, പിന്നെ കോസ്റ്റുകള് പ്രൊപ്പോർഷനേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനാണ് അപ്പോർഷൻമെന്റ് എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓവർ ഹെഡിനെ അതിന്റെ കോസ്റ്റ് യൂണിറ്റിലേക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഒരു കോസ്റ്റ് യൂണിറ്റിന് ഇത്ര എന്ന് പറഞ്ഞിട്ട് അലോട്ട് ചെയ്ത് കൊടുക്കുന്നതിനാണ്. അപ്പൊ നോക്കുക അപ്പോർഷൻമെന്റും ഇതും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇറ്റ് ഈസ് അലോട്ട്മെന്റ് ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് കോസ്റ്റ് ടു കോസ്റ്റ് സെന്റർ. കോസ്റ്റ് എന്ത് ചെയ്യുക, പ്രൊപ്പോർഷനേറ്റ് ചെയ്തിട്ട് ഓരോ സെന്ററിലേക്ക്, അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നതാണ് അപ്പോർഷൻമെന്റ്. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അലോട്ട്മെന്റ് ഓഫ് ഓവർഹെഡ് ടു കോസ്റ്റ് യൂണിറ്റ്. കോസ്റ്റ് യൂണിറ്റ് എന്താ, 1000 യൂണിറ്റ് ആണെങ്കിൽ 1000 യൂണിറ്റ്, അല്ലെങ്കിൽ ഇത്ര പാക്കറ്റ് ആണെങ്കിൽ ഇത്ര പാക്കറ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് യൂണിറ്റിലേക്ക് അബ്സോർപ്ഷൻ ചെയ്ത് കൊടുക്കുന്നതിനാണ്. ഇനി അപ്പോർഷൻമെന്റ് എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷന്റെ മുൻപ് ചെയ്യുന്നതാണ്. അബ്സോർപ്ഷൻ നമ്മൾ ലാസ്റ്റാ ചെയ്യാം, കാരണം കാൽക്കുലേഷൻ ഒക്കെ നടത്തിയതിനു ശേഷമാണ്. ഓവർഹെഡ് കിട്ടണമെങ്കിൽ അബ്സോർപ്ഷൻ ഒക്കെ ചെയ്യണ്ടേ, എല്ലാം കഴിഞ്ഞാലല്ലേ ആക്ച്വൽ ഓവർഹെഡ് എത്രയെന്ന് മനസ്സിലാക്കാൻ പറ്റുക, എന്നിട്ടല്ലേ നമുക്ക് ആ യൂണിറ്റിലേക്ക് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അബ്സോർപ്ഷൻ എന്നാണ് അപ്പോർഷൻമെന്റിന് ശേഷമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിനൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ടാവും. ഇവിടെ സാധാരണ പെർസെന്റേജ് റേറ്റ് ആണ് എന്ത് ചെയ്യുക, സാധാരണ എന്ത് ചെയ്യുക, പെർസെന്റേജ് ഓഫ് ഓവർഹെഡ് ആണ് സാധാരണ, ഒരു പെർസെന്റേജ് റേറ്റ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അബ്സോർപ്ഷൻ റേറ്റിന്റെ വ്യത്യസ്ത സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞല്ലോ. ഇവിടെ കറണ്ട് കാര്യങ്ങളും ഇതായതുകൊണ്ട് ഞാൻ പുറത്താണ്, ഒരു ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് നമുക്കത് നാളെ രാവിലെ തന്നെ ഉണ്ടാവും കേട്ടോ, 9:30 തന്നെ ഉണ്ടാവേ. ഞാൻ 2-ാം തീയതിക്ക് ശേഷമാണ് മറ്റുള്ളതിലേക്ക് പോവാന്ന് പറഞ്ഞു. ഇനി തൽക്കാലം ഞാൻ എന്ത് ചെയ്യാണ്, അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മെഷീൻ അവർ റേറ്റ് ആണ്. അതാണ് എക്സാമിന് നല്ല പോലെ ചോദിക്കുന്നത്. ഞാൻ ആദ്യം നാളെ മെഷീൻ അവർ റേറ്റിലേക്ക് വരും, അതിനുശേഷം എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. മെഷീൻ അവർ റേറ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അബ്സോർപ്ഷൻ ഓരോന്നിന്റെ ഇവിടെ ഉണ്ട് സെപ്പറേറ്റ്. നമുക്ക് മെഷീൻ അവർ റേറ്റ് ഉണ്ടോ,
മിനിറ്റ്. ആ മെഷീൻ അവർ റേറ്റ് ഇത് അവിടെ ഉണ്ട്. ഇത് ഡിസ്കസ് ചെയ്തിട്ടേ മറ്റുള്ളതിലേക്ക് എന്ത് ചെയ്യുള്ളൂ ഞാൻ വരുള്ളൂ. സിമ്പിൾ ആണ്. മെഷീൻ അവർ റേറ്റ് 4 മാർക്ക് 5 മാർക്കിന് എപ്പോഴും ചോദിക്കുന്നതാണ്. 5 മാർക്കിന് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ക്വസ്റ്റ്യൻ. അത് രാവിലെ ഡിസ്കസ് ചെയ്യും, ശേഷം ബാക്കി. പക്ഷെ ഓവർഹെഡിന്റെ ചാപ്റ്റർ നമുക്ക് നാളത്തെ ക്ലാസ്സോട് കൂടെ നാളല്ല മറ്റന്നാളത്തെ ക്ലാസ്സോട് കൂടി അവസാനിപ്പിക്കണം. ഓവർഹെഡ് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നമുക്ക് ബജറ്റും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡും അതൊക്കെ ഒരു 2 ക്ലാസ് 4 ക്ലാസ് അല്ലെങ്കിൽ 5 ക്ലാസ്സോട് കൂടെ രണ്ടും തീർക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ പിന്നെ വരുന്നത് ആദ്യത്തെ യൂണിറ്റും രണ്ടാമത്തെ യൂണിറ്റും ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഒക്കെയാണ്. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഓരോന്നിനും ഓരോ മണിക്കൂർ വീതം മതി. മൊത്തം മാക്സിമം ഒരു 10 മണിക്കൂർ കൊണ്ട് തീരും. ഓക്കെ. ഞാൻ നിങ്ങളോട് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഒരു 45 മുതൽ 50 മണിക്കൂർ വരെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ തൽക്കാലം എന്ത് ചെയ്യാണ്, അവസാനിപ്പിക്കുകയാണ്. ബാക്കി പിന്നെ